ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പൊട്ടത്തരവുമായി പഴയ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ ഇറങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ഇദ്ദേഹം പൊട്ടത്തരം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഡോക്ടറേറ്റ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. പൊട്ടത്തരം മാത്രമേ പറയുള്ളൂ. പണ്ട് പെട്രോളിന് വില കൂടിയത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബാരലിന് 65-70 ഡോളറായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, പത്രപ്രതിനിധികളും ചാനലുകാരും ചോദിച്ചു, എന്തുകൊണ്ടാണ് വേൾഡ് മാർക്കറ്റിൽ പെട്രോളിയത്തിന് വില കുറയുമ്പോൾ ഇന്ത്യയിൽ വില കയറുന്നതെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി ഇവിടെയുള്ള ജനങ്ങളെല്ലാം കേട്ടതാണ്. അപ്പോൾ പൊട്ടത്തരം മാത്രമേ പറയുള്ളൂ. ഗ്യാസിൻ്റെ ഇതിനായിരുന്നാലും ശരി, ജനങ്ങൾ സാധാരണക്കാരും ഇപ്പോൾ എല്ലാവരും പണ്ട് ഉള്ള അതുപോലെ അല്ലല്ലോ. എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ ഉണ്ട്. പിന്നെ വിറവിൽ തന്നെയാണ് എല്ലാവരും വയ്ക്കുന്നത് അല്ല. അപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചാണ് വയ്ക്കുന്നത്. പണ്ട് UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 450-500 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് അവരുടെ കാലമായപ്പോൾ 1000-1200 ഒക്കെ ആയി. ഇപ്പോൾ 800 ചില രൂപയാണ് ഗ്യാസിന്. ആ സമയത്തും ചോദിച്ച് എന്തുകൊണ്ടാണ് BJP ഭരിക്കുമ്പോഴത്തേക്ക് 450-400 രൂപയ്ക്കും LPG തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് വില കൂടിയത്? അതിൻ്റെയും കേട്ടതാണ്. അപ്പോൾ ഇവിടെയുള്ള വീട്ടമ്മമാരെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ BJP-ക്കാരും RS-കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ നിമിഷപ്രിയയെ വധശ്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടു. ആ ഇടപെടൽ തന്നെയാണ് വധശിക്ഷ നീട്ടിവെക്കാനുള്ള കാരണം ഇന്ത്യ ഗവൺമെൻറ് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഈ മുരളീധരൻ എന്ന് പറയുന്ന മുരളീധരൻ, പൊട്ടത്തരം പറയുന്ന മുരളീധരൻ ആരുമായിട്ട് യമനിൽ ബന്ധപ്പെട്ടു? എങ്ങനെ ബന്ധപ്പെട്ടു? എങ്കിൽ പിന്നെ അവർ ബന്ധപ്പെട്ടത് കൊണ്ടാണല്ലോ കഴിഞ്ഞ 4-5 വർഷമായിട്ട് വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടോ? ഇല്ല. ബന്ധപ്പെട്ടെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടു? പിന്നെ തലാലിൻ്റെ കുടുംബത്തിലെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടോ? അതോ പിന്നെ അവിടെയുള്ള നിയമ നിയമജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെട്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പം അതിനെപ്പറ്റി പറയുന്നേ ഇല്ല. ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. ഒന്നും ചെയ്തില്ല. അവരെ കൊണ്ട് ചെയ്യാനും കഴിയില്ല. അത് ഗോത്രവർഗ്ഗങ്ങളാണ് അവിടെ ഭരിക്കുന്ന ഭരണം എന്ന് പറയുന്നത്. ഗോത്രവർഗ്ഗങ്ങളാണ്. അത് മാത്രമല്ല, യമനിൽ 2 ഭരണമാണ് നടക്കുന്നത്. ഒന്ന് ഹൂത്തികളുടെ ഭരണവും ഒന്ന് അവിടെ ലോകത്ത് അംഗീകാരമുള്ള UN അംഗീകാരമുള്ള ഗവൺമെൻറ്. 2 ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. അതിൽ ഹൂത്തി ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലത്താണ് ഈ വിധി നടപ്പാക്കാൻ വേണ്ടി അങ്ങനെ വിധി ഉണ്ടായത്, ജഡ്ജ്മെൻ്റ് ഉണ്ടായത്. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അവിടുത്തെ ജഡ്ജിയാണ്. അപ്പോൾ ആ ശിക്ഷയെ മറികടക്കണമെങ്കിൽ, ആ ശിക്ഷയെ അസാധുവാക്കല്ല, ബ്ലഡ് മണി കൊടുത്ത്, അതായത് ഇസ്ലാമിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരാളിനെ കൊലപ്പെടുത്തിയാൽ അവരെ തിരിച്ചു കൊല്ലാൻ വകുപ്പുണ്ട്. തിരിച്ചു കൊല്ലാൻ. അതല്ല, അവർ ബ്ലഡ് മണി, അതായത് അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവിടെയുള്ള കുടുംബത്തിലുള്ളവർ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കാം. അതല്ല, ചില ആൾക്കാർ ബ്ലഡ് മണി പോലും വാങ്ങിക്കാതെ അവസാന നിമിഷം മാപ്പ് കൊടുക്കുന്ന പതിവുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് പരിശ്രമിച്ചു, ഒരുപാട് പരിശ്രമിച്ചില്ല എന്ന് പറയുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് പരിശ്രമിച്ചു, പക്ഷേ അവരെ കൊണ്ട് കഴിയില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് തന്നെ പറയുന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന ഭീകരന്മാരാണ്, മറ്റതാണ് മറിച്ചാണെന്നാണ് പറയുന്നത്. ഭീകരന്മാരുമായിട്ട് ബന്ധപ്പെടാൻ നോക്കൂല. അപ്പോൾ അതായത് ആത്മീയ നേതാക്കൾ അവർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ യമനിലായാലും ഉണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ആത്മീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിനായാലും ക്രിസ്ത്യൻ സമുദായത്തിനായാലും യഹൂദ സമുദായത്തിനായാലും ഏതിനായിരുന്നാലും ഉണ്ട്, ബുദ്ധ സമുദായത്തിനായാലും ഉണ്ട്. അവർ ഇടപെട്ട് ഏതെങ്കിലും രീതിയിൽ ആ നിമിഷപ്രിയയെ ഏർക്കാമോ എന്ന് അവർ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പൊട്ടത്തരം വിളിച്ചു കൂവി ഇല്ലാത്ത അവരുടെ ഉദ്ദേശം വേറൊന്നുമല്ല. മകൻ മരിച്ചാലും ശരി, മരുമകളുടെ കണ്ണുനീര് കാണണം. അതാണ് അവരുടെ ഉദ്ദേശം. അതായത് ഞങ്ങളെ കൊണ്ട് ഇറക്കാൻ ഒത്തില്ലെങ്കിൽ കാന്തപുരം അങ്ങനെ ഇറക്കണ്ട എന്നാണ്. ആ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരും. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഈ വധശിക്ഷ നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ ചർച്ചകളൊക്കെ നടത്തി പരിശ്രമിച്ച് നോക്കിയാൽ മാത്രമേ ഉശുവർത്തിയൊന്നും പറയാൻ കഴിയില്ല. അവർ മാപ്പ് കൊടുത്താലേ കഴിയുള്ളൂ. ഇപ്പോൾ ഈ മരിച്ചുപോയ ആളിൻ്റെ ഏറ്റവും അടുത്ത അവകാശി എന്ന് പറയുന്നത് വാപ്പ അല്ലെങ്കിൽ ഫാദറാണ്, അദ്ദേഹത്തിൻ്റെ പിതാവാണ്, മാതാവാണ്, സഹോദരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും അവരെല്ലാം കൂടെ കൂട്ടായി ചേർന്നിട്ട് അതേസമയം പിതാവിന് കൊടുക്കാൻ അവകാശമുണ്ട്, പിതാവിന് മാപ്പ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. പിതാവ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ശരി മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ ജഡ്ജിയെ കാണുകയും
പിന്നെ അതിനുള്ള ബാക്കിയുള്ള നീക്കുപോക്കൽ ഉണ്ടാക്കുകയും വേണം. അല്ലാതെ ഇവിടെ കിടന്ന് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചു എന്നുള്ള സത്യം തന്നെയാണ്, അതിനാരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചാൽ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു ഇലക്റ്റഡ് ഗവൺമെൻറ് അല്ല അവിടെയുള്ള ഇലക്റ്റഡ് ഗവൺമെൻറ് അല്ല. പിന്നെ അവർ ഭീകരന്മാരെന്ന് പറഞ്ഞു ഇവിടെ ബഹളവും വിപ്ലവവും ഉണ്ടാക്കുന്നവരാണ്. ഈ സംഘികളും കൃസംഘികളും എന്ന് പറയുന്ന കാസയുടെ ഒരു പ്രസിഡന്റിന്റെ പ്രസ്ഥാനമുണ്ട്. അവൻ തെണ്ടിത്തരമാണ് അവൻ പറയുന്നത്. അവൻ യാതൊരു വിവരമില്ലാത്തവനാണ്. പിന്നെ അവൻ പറയുന്നത് നിമിഷപ്രിയ പോലെയുള്ള കൊലപാതകളെ എന്തിനു സംരക്ഷിക്കണം. സംഗതി ഇപ്പോൾ അതിൽ ആലോചിക്കുമ്പോൾ സത്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇത്രയും ഇങ്ങനെ നീണ്ടുപോയി. നമ്മൾ ആരും ഇതൊരു ചർച്ചാ വിഷയമാകാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വധശിക്ഷ നടപ്പാക്കി എത്രയോ പേര് കൊല്ലപ്പെടുന്നുണ്ട്, എത്രയോ പേര് ഏതെല്ലാം രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്, അതൊക്കെ നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്രയോ പേര് വധശിക്ഷയ്ക്ക് നടപ്പാക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇവിടെ പിന്നെ അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ വധശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ച് അവർ ടെററിസ്റ്റുകളാവും, ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാവും. അവൻ്റെ വീട്ടിൽ അന്വേഷണം നടത്തും, അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അന്വേഷിക്കും, അവന് ഭീകരന്മാരുമായിട്ട് ബന്ധമുണ്ടോ, ഭീകര സംഘടനകളിൽ നിന്ന് വരുമാനം ഉണ്ടാവുന്നുണ്ടോ, ഏതെങ്കിലും പൈസ അവർ വരുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും അന്വേഷിക്കുന്നത്. ഇവിടുത്തെ മിലിറ്ററിയും ഇവിടുത്തെ ഇൻ്റലിജൻസും അതെല്ലാം വന്ന് അവർ അന്വേഷിക്കും എന്താണ് അങ്ങനെയാണെങ്കിൽ. ഇതിപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാന്തൻ ഇടപെട്ടു. അതിൽ ഒരു പ്രതീക്ഷയുടെ ഒരു ഇത് തിരുനാമ്പ് വന്നിട്ടുണ്ട്. അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. അതിൻ്റെ ഇടയിൽ ഈ ആൾക്കാർ ആവശ്യമില്ലാത്ത ചാനലുകളായാലും ശരി, സംഘികളായാലും കൃസംഘികളായാലും മോഡി വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജയശങ്കർ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗവർണർ RSSകാരൻ വിചാരിച്ചിട്ടുണ്ടാണ് എന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിൽ ഇത് വധശിക്ഷയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു സൗജന്യമായിട്ടോ ഏതെങ്കിലും രീതിയിലോ ബ്ലഡ് മണി വാങ്ങിച്ചെങ്കിലും അതിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ വിപ്ലവങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കാതെ അടങ്ങിയിരുന്നാലേ നടക്കുള്ളൂ. ഇതാരെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കി ഈ വാർത്തകൾ അവിടെ എത്തി യമനിലെത്തുകയും യമനിലുള്ള അവർ എന്നാ അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയയുടെ തള്ള ഇവിടെ ഉണ്ടാ, അമ്മ ഇവിടെ ഉണ്ടാ, അവളെയും കൂടെ കൊല്ലണമെന്ന് പറയും. ഇല്ലാത്ത കാര്യത്തിന് പോയി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗുലുമാലാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ മുരളീധരന്മാരെ പോലെ പൊട്ടത്തരം പറയുന്നവരെ നാട് കടത്തണം. ഒരു നാട് കടത്തി ഏതെങ്കിലും ആൻഡമാനില നിക്കോബാറില ആൾ താമസം ഇല്ലാത്ത ഐലൻഡിലാണ് ഈ RSSകാരെയും BJPക്കാരെയും കൊണ്ടിടേണ്ടത്. അല്ലാതെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരൊന്നുമല്ല. പൊട്ടത്തരം മാത്രമേ നാക്കെടുത്താൽ പറയുള്ളൂ. സുരേന്ദ്രനായിരുന്നാലും ശരി, ശോഭാ സുരേന്ദ്രനായാലും ശരി, മുരളീധരനായാലും ശരി, ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ നിങ്ങൾക്ക് കാണാനാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് പ്രശ്നം വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയത്. അതല്ല, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് ഈ നാട്ടിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു. ഓക്കെ.